സെക്കൻഡിൽ പീസ് ഉണ്ടാവില്ല എനിക്കറിയില്ലേ പിന്നെ അങ്ങനെ ഇവിടുന്ന് വിളിച്ചാൽ ചോദിച്ചണോ എല്ലാം ആ തട്ടുകൾ ഇങ്ങോട്ട് വരട്ടെ. കുറച്ച് ചോറ കുട്ടിക്ക് കൊടുക്കാനോ കുറച്ച് ചോറ ഇതൊന്ന് പോയി ഫാറൂഖിന്റെ വീടല്ലേ? ആ കേറി അവിടുന്ന് സാധനം തയ്യാറാക്കാൻ നേരത്തെ ചോറ് കൊടുത്തളലാലേ ആ കുട്ടി കാര്യങ്ങളുണ്ടാവും ഒഴിവാക്ക് ആ ചോറ് നോക്കി. അല്ല ഉപ്പിമ്മൊക്കെ എവിടെ? ഓരോരുത്തർ കൂട്ടിയിരിക്കില്ലേ ഇപ്പൊ ഇവിടുത്തെ ഇപ്പൊ തന്നെ കാര്യമായിട്ട് ഓല മുടിനെ. എടി ഇന്റെ അമ്മായിമ്മല്ലേ ഓസിക്കിട്ട് ആസിറ്റും കുടിച്ചു ഇതെന്നെ കാടിക്കാ മൂത്തമാന അല്ലല്ല എന്നാ പിന്നെ ചെറിയ മകനാവൂല്ലേ? അല്ല ഞാൻ ആദ്യം മകനുള്ളൂ. വാക്കുമ്മാക്കൊക്കെ ഒട്ടു ഇപ്പൊ വലിയനാക്ക് വലിയസ്ഥാനെ പോത്തർച്ച് വെട്ടിടാൻ വേണ്ടിയിട്ടാ നേർച്ച ചെയ്ത ഓലാണിത്. ഇതാകുമ്പോ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ തെങ്ങുമെന്ന്. അത്ര വിളവുണ്ടോ? ഷുഗറോ പ്രഷറോ വല്ലതും ഉണ്ടോ അവർക്ക്? രണ്ടാൾക്കും ഷുഗറാ. അല്ല വാഷിംഗ് മെഷീനൊക്കെ അല്ലേ? ഓട്ടോമാറ്റിക് ല്ലേ? ഇവിടെ എല്ലാതും ഓട്ടോമാറ്റിക് ആണ്. അമ്മ സുബൈക്ക് നീച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം പണിയെടുക്കും. അങ്ങനത്തെ മെഷീൻ ഇതൊരു എന്റെ അമ്മായിമ്മ അങ്ങനെയാ. അതെടി എന്റെ അമ്മായിമാക്കില്ലേ ഞാൻ വെറുതെ ഇരിക്കണ പറ്റൂല. ഞാൻ ഉച്ചക്കത്തെ കിടന്നുറങ്ങുക വെച്ചിട്ട് എനിക്ക് അല്ല നിങ്ങൾ പോകുന്ന സെൻസസ് എടുക്കാൻ വന്നേ? ഞങ്ങൾ താഴെക്കോട്ടുന്ന കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടിനെ ഒന്ന് കണ്ടിരുന്നില്ലേ? തന്ന പണിയാണിത്. അതിന് എനിക്ക് പണി തന്നിട്ടില്ലെങ്കിൽ അതിന് നെഞ്ചിനൊരു തഞ്ചാരാണ്. ആ കുട്ടിന്റെ വാപ്പിയും അമ്മാവനും ആണ്. ഓൾക്ക് കുറച്ച് ഡിമാൻഡുകളുണ്ട്. എന്നാ അത് പ്രായമില്ല വാപ്പിയും ഇല്ല പെരേക്ക് ഓൾക്ക് താല്പര്യം. ശുക്രാക്കങ്ങൾക്ക് ഇത്ര ഉണ്ടല്ലോ ഈ ഇല്ലാത്ത മീശ വെട്ടിക്കണ നേരം കൊണ്ട് ആ അയലുമത്തെ ഡ്രസ്സ് നിർത്തിവിടങ്ങൊക്കെ. പെണ്ണുങ്ങൾ ചെയ്യണേ എന്റെ അമ്മയുടെ ഇപ്പൊ ഉപ്പാക്കും ഉമ്മാക്കും ഷുഗർ ഉണ്ടെങ്കിൽ രാത്രി എന്നും ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ അതും നടക്കൂല. പിന്നെ ഇപ്പൊ വാഷിംഗ് മെഷീനും ഇല്ല ഇവിടെ. ആകെ ഒരു മകനല്ലേ ഉള്ളൂ. എന്റെ പെരക്കാരെ പറയാൻ നിക്കണ്ട. പിന്നെ നാളെ ഞാൻ ഡ്രസ് ഇല്ല ഇവിടെ. അതുകൊണ്ട് നാളെ തുണി ഇല്ലാതെ നടന്നാ മതിട്ടാ. ശുക്രാ അത് പിന്നെ തീരെ നടക്കൂല. നീച്ച എന്നാ ശരി ഞങ്ങൾ പോട്ടെ. അതെ നിങ്ങൾ ഈ വിറകൊന്ന് കൊത്തി തന്നാളേ. വിറകെത്താനോ? ഞങ്ങൾ തറവാട്ടിലാണെന്ന് വിറകത്തില്ല. എന്റെ ബാപ്പട പറഞ്ഞാളെ നിങ്ങൾ തറവാട്ടേരല്ലേ നിങ്ങൾ തറാവാണ്. ഉള്ള ആൾക്കാരെ നോക്കാന്ന് പറഞ്ഞാല് നല്ല മനസ്സിലെ പെണ്ണിനെ നടക്കുള്ളൂ. നല്ല മനസ്സിലെ പെണ്ണിനെ നല്ല മക്കൾ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ കല്യാണം ഞങ്ങൾക്കും താല്പര്യം. അങ്ങോട്ട് തൊള്ളിയും പള്ളി നടക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് വരുമല്ലോ. കഞ്ഞോളം തലക്കൂടെ വെച്ചു ഞാൻ. വലിയ തലി ചോദിച്ചു പൊടി വെക്കാൻ തുറന്നു. ഞങ്ങൾ തറവാട് എവിടെ കിടക്കണം, ഇങ്ങ തറവാട് എവിടെ കിടക്കണം. ഞങ്ങൾ തറവാട് എന്നൊക്കെ പറഞ്ഞാലേ പണ്ട് യുദ്ധത്തിൽ പങ്കെടുത്ത തറവാടാ. ഇന്റെ വല്യപ്പ ഇന്ന ഭൂമി ഇങ്ങോട്ട് മഴ ഇങ്ങോട്ട് ഉറ്റാ മതി. അപ്പോൾ ഇങ്ങോട്ട് കേസിക്കാർ മണ്ടിപ്പഞ്ഞിക്കാണ്ട് കല്യാണം ഓഫാക്കും. ബാക്കിയുള്ളവർക്ക് ഇവിടെ കോരി ഊരിന്റെ എല്ലും ഇങ്ങോട്ട് തേഞ്ഞിക്കണ്. അറ്റകുറ്റപ്പണി എന്ന് പറഞ്ഞു ചെറുപ്പത്തിൽ എടുത്തിട്ടാണ് യുദ്ധത്തിന് പോയിരുന്നത്. അന്ന് വെട്ടുണ്ട് പൊളിഞ്ഞൊരു പടുപ്പൊളിച്ചുണ്ട്. ഒരു ചില്ലറ തറവാട്ടുകാരല്ല. അല്ല ഓക്കെ എവിടെയാണ് ഭാഗ്യമായിട്ട് അരമണിക്കൂർ കറണ്ട് ഒന്നും വലിയ കാര്യത്തിൽ മെസ്സേജ് തരും. എന്നാലോ ഈ ഭാഗത്തേക്ക് പിന്നെ 2 ദിവസത്തിന് കറണ്ട് ഉണ്ടാവില്ല. മനുഷ്യരൊക്കെ ഇടങ്ങാറാക്കാൻ ഒരു ദിവസം വിട്ടുണ്ട് അനാൻസിനെ കാണണമെങ്കിൽ ഇവിടെ ഇരുന്ന് നോളിച്ചിട്ട് കാര്യമില്ല. പോയി ഇപ്പച്ചിനോട് ചോദിച്ചോക്കെ ഇപ്പച്ചി അയക്കും. കരണ്ടിമ്പിൽ ഇറക്കാൻ വൈകിയാൽ മതി. അപ്പോൾ പോലും ഇങ്ങോട്ട് വിമാനം വിളിച്ചിങ്ങോട്ട് വരും ഫീസ് ഊരാൻ. വലിയനാക്കും ചെറുനാക്കും കുളിച്ചാത്ത വല്യമ്മ വരെ നാട്ടിക്ക് കോട്ടക്കലാക്കി അടിക്കുമ്പോഴും വരെ അനാഴ്ച വന്നാണ്ട് എനിക്ക് മാത്രം കാണാൻ ഭാഗ്യം. ഞാൻ ഇപ്പൊ ചിലരോട് പറഞ്ഞാളെ കൊണ്ടുപോയി ബക്കറ്റിക്ക് ചാടി ചാവും. മുട്ടിട്ട് ഇപ്പൊ കുളിമുറി കിടന്നാണ്ട് അറലാണ്. എന്താ കൊണ്ടിരണേ എന്താ പോക്കറന്നാളിനെ മരക്കി ഇരിക്കണോ? അഥവാ അപ്പച്ചി അയക്കണെങ്കിൽ എന്താ കാട്ടുക? ഞാൻ ആ സ്റ്റേജ് തന്നെത്താൻ വിളിച്ചാൽ മതി. നിങ്ങൾ പോത്തിനും കൂടി കുളിപ്പിച്ചിട്ടുള്ള പേരുദോഷം കൊണ്ട് വരാൻ ബാക്കിയുള്ളൂ. ആ നിങ്ങൾ തന്നെ പോത്തേ ഓടിയാണ് കയറും. എന്നിട്ട് ആ നാൻസനെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കും. പോത്തേ ഇന്റെ ബാപ്പാനെ പറഞ്ഞണ്ടല്ലോ അങ്ങനെ പല്ലിന്റെ എണ്ണം കുറയും എല്ലിന്റെ എണ്ണം കൂടും ചെയ്യോ. അനാൻസിനെ കാണും ചെയ്യാ. സ്റ്റേജിൽ വന്ന് ഫോട്ടോ എടുക്കാൻ ഒരു സമ്മാനം കിട്ടും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയോ? ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പേര്. ശുക്രാക്ക നല്ല നീന്താക്കി ചായ ഉണ്ട്. വരി അങ്ങോട്ട് ഫോളോ ചെയ്ത് വെച്ചു. എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. മുട്ട പൊങ്ങി നനങ്ങത്തെ പ്രസവിച്ചെടുക്ക. ആനെ ഇങ്ങോട്ട് പോരി. ഇതിന്റെ പച്ച ടൗസറോടെ തിരുമ്പിട്ടെ എനിക്കറിയില്ല. അല്ല പട്ടിയും പറ്റാ
വല്ല പട്ടിയും പറ്റ എന്താ സൗണ്ട്? അത് പട്ടി പറ്റതല്ലടി. ഈ നേരത്തെ സാറും മുള്ളും അടുപ്പത്ത് കുക്കറാണ്. അത് കുക്കറും സാറുണ്ടല്ല ഞാനാണേ പറേ. ഞാനൊരു പെരിച്ചാതിന്റെ തലക്കിട്ട് അടിച്ചതാ. അതാ അവിടെ കിടക്കണതാ. കെട്ടിക്കൊണ്ട് നാളെ തൊട്ട് ആനക്കുട്ടി വേണമെന്നോ? തുടങ്ങിക്കണ അയാൾ എന്റെ മാപ്പാക്കും ഉമ്മാക്കും പറഞ്ഞു തുടങ്ങിയിട്ട് എന്റെ കുടുംബക്കാരെയും പറയും. എനിക്കും അതേ മനക്ക് പറയാൻ അറിഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം ഉള്ളത്? തമ്പുരാണ് എന്തൊക്കെ ഈ പറയണ്ടേ? ഞാൻ വിചാരിച്ചു നിർത്തുന്നു. ഇപ്പൊ ഒരു ഹരയിക്കാണ് മാറിയിരിക്കണ്. അതുകൊണ്ട് ചെറിയൊരു ഡോസ് ഇന്നിട്ട് ഇന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാവ് ഞാൻ പറിച്ചെടുക്കും. ഞാൻ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം പള്ളിക്കാട്ടിലെ ഒരു കബർ ബുക്ക് ചെയ്താണ്ട് എന്നിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ. മനുഷ്യന് തിരിണ കൊല്ലം പറയും. അനാൻസ വരുന്നുണ്ട് എവിടെ? കോട്ടക്കല്. എന്ന്? 26 എത്ര മണിക്ക്? 6 മണിക്ക് വെള്ളിയാഴ്ച. ആ ഇരിക്കും കാണാൻ പോതിട്ടേ. അതാണ് പറഞ്ഞാ പോരെ. ഞാനും പോകണ്ട്. ഞാൻ അറിഞ്ഞേക്കണു തന്നെ. ആ